Praise the Lord for this blessed evening the Lord has given to all of us. ഇന്ന് ഈ വൈകുന്നേരം നല്ല വൈകുന്നേര സമയം നമുക്ക് ദൈവം നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. I am thankful to the Lord for allowing me to visit this part of the world during this time. ഈ ഒരു കാലയളവിൽ ഈ ഒരു ദേശത്തേക്ക് കടന്നു വരുവാൻ ദൈവം അടിയന്റെ ജീവിതത്തിലും ഒരു ഭാഗ്യം നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. I would also like to express my gratitude to the Believers Brethren Assembly Muscat for the invitation, and also would like to thank each one of you for taking your time to be here this evening. Believers Brethren അസംബ്ലിയോടുള്ള നന്ദിയെയും അതുപോലെ ഇന്ന് ഈ വൈകുന്നേരം ഇവിടെ കടന്നു വന്ന പ്രിയപ്പെട്ടവരായ നിങ്ങളോട് ഓരോരുത്തരുമുള്ള നന്ദിയെയും ഈ സമയം ഓർപ്പിക്കുകയാണ്. The theme for this convention, the next 3 days, is a question. നമ്മുടെ വരുന്ന ഇന്ന് മുതലുള്ള 3 ദിവസത്തേക്ക് നമ്മുടെ കൺവെൻഷന്റെ തീം ആയിരിക്കുന്നത് ഒരു ചോദ്യമാണ്. Are you prepared? നീ ഒരുങ്ങിയിട്ടുണ്ടോ? Are you prepared? നീ ഒരുങ്ങിയിട്ടുണ്ടോ? I'm sure that this is a question that is applicable in different contexts. എനിക്കറിയാം ഈ ചോദ്യം വിവിധ സാഹചര്യങ്ങളിൽ അത് നമുക്ക് ആപ്ലിക്കബിൾ ആണ്. If I call a 10th grader and ask him or her, are you prepared? The question is about, are you prepared for your board exams? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് നാം നീ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം നിനക്ക് വരുന്ന ബോർഡ് എക്സാമിന് വേണ്ടി നീ ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ്. Or I come across a man who is getting ready for his wedding and I ask him, are you prepared? It means, are you prepared for your big day in life? ഒരു വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു വ്യക്തിയോട് ചോദിക്കുകയാണ്, നീ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്റെ ജീവിതത്തിലെ ആ വലിയ ദിവസം, തന്റെ വിവാഹ ദിവസത്തിന് വേണ്ടി താൻ ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. So the next 3 days, as we think about this question, are you prepared? We are considering it on the basis of our Lord's second coming. നാം വരുന്ന ഈ 3 ദിവസങ്ങളിൽ നമ്മളോട് ഓരോരുത്തരോടുമുള്ള ഈ ചോദ്യം, നീ ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ രണ്ടാം വരവിനോടുള്ള ബന്ധത്തിലാണ്. It is very interesting, whenever a major crisis happens, either in the Middle East or in Israel, there is a special renewed interest in the topic of the Lord's second coming. പലപ്പോഴും ഇതൊരു ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ്. പലപ്പോഴും ഈ മധ്യപൂർവ്വ ദേശങ്ങളിലോ അല്ലെങ്കിൽ ഇസ്രയേലിലോ ഒക്കെ ചില പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ മധ്യത്തില് വിശ്വാസഗോളത്തില് കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ചുള്ള അധികമായ ചിന്തകളും ഒക്കെ നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയും. I'm sure even in our conversations these days we do have some questions. നമുക്കറിയാം നമ്മുടെ ഈ നാളുകളിലുള്ള സംസാരങ്ങളിലും ചില ചോദ്യങ്ങൾ നമ്മുടെ മധ്യമുണ്ട്. Are we in the end of the last days? നാം അവസാന നാളുകളിലാണോ ആയിരിക്കുന്നത്? Is what happening around us, is it in some way connected to the biblical prophecies about end time? അവസാന നാളുകളെ കുറിച്ചുള്ള ആ ദൈവവചനത്തിലുള്ള പ്രവചനങ്ങളുമായിട്ട് ഇപ്പോഴുള്ള ഈ സമയത്തിന് ചില ബന്ധങ്ങളുണ്ടോ? What is going to happen next? എന്താണ് അടുത്തതായിട്ട് സംഭവിക്കുവാൻ പോകുന്നത്? Now, very interestingly, if you look at church history or even in the scripture, we find several times people having the same questions. നാം സഭാചരിത്രം പഠിക്കുകയാണെങ്കിൽ ആ വിവിധ സമയങ്ങളിൽ ഇതേ ചോദ്യം ദൈവ സഭകളുടെ മധ്യത്തിൽ ദൈവമക്കളുടെ മധ്യം ഉണ്ടായിട്ടുണ്ട്. Now, even when we look at Jesus Christ and his disciples, the disciples came to Christ asking these questions several times. കർത്താവായ യേശുക്രിസ്തുവിനെയും തന്റെ ശിഷ്യന്മാരെയും കുറിച്ച് നാം ചിന്തിക്കുമ്പോഴും ഈ കർത്താവിന്റെ ശിഷ്യന്മാർ തന്നോട് പലപ്പോഴും ഇതേ ചോദ്യം ചോദിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. I would request you to turn with me to Matthew's Gospel, chapter 24. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. Matthew 24, we will look at verse 3. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ. Now as he sat on the Mount of Olives,
the disciples came to him privately, saying, "Tell us, when will these things be? And what will be the sign of your coming and of the end of the age?" അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്ന് അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തോ എന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. There were also other times, when the disciples had similar questions to Jesus. അതുപോലെ തന്നെ മറ്റനേക സമയങ്ങളിലും യേശുക്രിസ്തുവിനോട് തന്റെ ശിഷ്യന്മാർ ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. They wanted to know the exact day or the hour of his coming. അവർക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ അതിന്റെ കറക്റ്റായ കൃത്യമായ സമയവും അതിന്റെ മണിക്കൂറുകളും ആവശ്യമായിരുന്നു. They also had several other questions related to his end times or the second coming. അവന്റെ ക്രിസ്തുവിന്റെ രണ്ടാം വരവിനോടുള്ള ബന്ധത്തിൽ ചില മറ്റു ചോദ്യങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. When Jesus gave them an answer, he explained a few things, but a few things he kept it hidden as a mystery. ചില കാര്യങ്ങൾ തന്റെ ശിഷ്യന്മാർക്ക് വ്യക്തമായിട്ട് വിശദീകരിച്ചു കൊടുത്തു, എന്നാൽ മറ്റു ചില കാര്യങ്ങൾ താൻ അത് വെളിവാക്കാതെ മറച്ചു വെച്ചു. Matthew chapter 24 verse 36. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 36-ാം വാക്യം. But of that day and hour no one knows, not even the angels of heaven, but my Father only. ആ നാളും നാഴികയും സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗ്ഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടി അറിയുന്നില്ല. So a few things Christ very clearly spoke to them. ചില കാര്യങ്ങൾ ക്രിസ്തു വ്യക്തമായിട്ട് അവരോട് പറഞ്ഞു കൊടുത്തു. And with regard to a few other things, he remained silent about them. എന്നാൽ മറ്റു ചില കാര്യങ്ങളുള്ള ബന്ധത്തിൽ താൻ നിശബ്ദനായിട്ടിരുന്നു. Now here, when we think about the way Christ answered the disciples, ഈ ഒരു പ്രത്യേക ഭാഗത്ത് കർത്താവായ യേശുക്രിസ്തു താൻ കൊടുക്കുന്ന മറുപടി ആ രീതി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, there is a very important lesson for us to learn. അവിടെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം പഠിക്കുവാനുണ്ട്. In Deuteronomy chapter 29 verse 29, ആവർത്തന പുസ്തകം 29-ാം അധ്യായം 29-ാം വാക്യം, the scripture says the secret things belong to Lord our God. അവിടെ ആ ദൈവത്തെ നാം കാണുന്നു, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളതത്രേ. But those things which are revealed to us belong to us and our children. വെളിപ്പെട്ടിരിക്കുന്നയോ നാം ഈ ന്യായപ്രമാണത്തിൽ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കുമുള്ളവയാകുന്നു. To understand this is very vital for us today. ഇത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. Once upon a time a man went to his pastor. ഒരിക്കൽ ഒരു മനുഷ്യൻ തന്റെ പാസ്റ്ററിന്റെ അടുത്തേക്ക് ചെന്നു. And he said, "No, I am concerned about many things that I don't understand in the Bible." എനിക്ക് ദൈവവചനത്തിൽ മനസ്സിലാക്കാൻ പറ്റാത്തതായ പല കാര്യങ്ങളെ കുറിച്ച് ഞാൻ വളരെ ആകുലനാണ്. But the pastor replied him saying, "That is not my concern." അപ്പോൾ ആ ഉപദേശി ഇങ്ങനെ പറഞ്ഞു, അതല്ല എന്റെ ആകുല ചിന്ത. My concern is about those things that are very clearly revealed in the Bible, which I am not able to follow. എന്നാൽ ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ആത്മീക സത്യങ്ങളെ എനിക്ക് പലപ്പോഴും പിന്തുടരുവാൻ, ഫോളോ ചെയ്യുവാൻ, അനുസരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എന്റെ ആകുല ചിന്ത. Dear brothers and sisters, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, there may be many questions we would like to know about the Lord's second coming. ഒരുപക്ഷെ നിങ്ങൾക്ക് കർത്താവിന്റെ രണ്ടാം വരവിനോടുള്ള ബന്ധത്തിൽ ഒത്തിരി കാര്യങ്ങൾ അറിയുവാൻ ആഗ്രഹമുണ്ടാകാം. Now there are questions like, what are all these geopolitical movements? Where is all this leading to? ഈ നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെയും രാഷ്ട്രങ്ങളുടെ സംഭവ വികാസങ്ങളൊക്കെ ഇതൊക്കെ എങ്ങോട്ടാണ് നമ്മെ കൊണ്ടുപോകുന്നത്? Where will the Antichrist come from? എവിടെ നിന്നായിരിക്കാം അന്തിക്രിസ്തു കടന്നു വരുന്നത്? What is the ultimate mark of the beast? എന്താണ് ആ മൃഗത്തിന്റെ ആ അടയാളം എന്നുള്ളത്? Who are the 1,44,000 people mentioned in Revelation? വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു 1,44,000 മനുഷ്യർ. അത് ആരാണ്? Which country is the great Babylon mentioned in chapter 17 of Revelation? വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ബാബിലോൺ, വലിയ ബാബിലോൺ, മഹതിയാം ബാബിലോൺ, അത് ഏത് രാജ്യമാണ്? There could be so many questions to which we would like to get an answer.
അങ്ങനെ അനേകം ചോദ്യങ്ങൾ നമുക്ക് അതിന്റെ ഉത്തരത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹമുണ്ട്. Nothing wrong, anything wrong with our curiosity. നമ്മുടെ ആകാംക്ഷയെ കുറിച്ച് യാതൊരു തെറ്റുമില്ല അതിനോട്. We should know, try to understand whatever is mentioned in the Bible. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നതിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ നമുക്ക് ഒരു ആഗ്രഹം ആവശ്യമാണ്. But whatever is not very definite or clearly given in the scripture, we should allow that to be revealed by God in His own time. എന്നാൽ ദൈവവചനത്തിൽ ശരിയായി വെളിപ്പെടുത്താത്ത ചില കാര്യങ്ങൾ അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക. അത് അവനവന്റെ സമയത്ത് നമുക്ക് വെളിപ്പെടുത്തി തരും. But what the Lord has clearly revealed to us, we have that obligation not only to understand but also do what we ought to do today, here and now. പ്രിയപ്പെട്ടവരെ, എന്നാൽ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്ന ആത്മീക സത്യങ്ങളെ അതിനെ ചെയ്യുവാനും അനുസരിക്കുവാനും ഇന്നും തുടർന്ന് അങ്ങോട്ടും നമ്മുടെ ജീവിതങ്ങളിൽ ആവശ്യമുണ്ട്. I am reminded of an illustration. ഞാൻ അതിനുള്ള ബന്ധത്തിലൊരു വിശദീകരണം പറയുവാൻ ആഗ്രഹിക്കുന്നു. There was a man who lived in city for many years. പട്ടണത്തിൽ അനേകം നാളുകൾ ജീവിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. One day he decided to go back to his home country. ഒരിക്കൽ അവന്റെ നാട്ടിലുള്ള ഭവനത്തിലേക്ക് അവൻ പോകുവാൻ ആഗ്രഹിച്ചു. He didn't know many people there. അവന് പലരെയും എനിക്ക് അറിയില്ലായിരുന്നു. So when he reached that place, he had to cross a river. അവിടെ ആ സ്ഥലത്തെത്തിയപ്പോൾ തനിക്ക് ഒരു നദി കടക്കേണ്ടതായിരുന്നു. There was a man with the boat and he offered saying, "No, I will take you across the river." അവിടെ ഉണ്ടായിരുന്ന ഒരു കടത്തുകാരൻ തന്നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. So on the way, as they were in the boat, the learned man from the city, he began to ask the boatman several questions. അവിടെ ആ യാത്രയുടെ മധ്യത്തില് ഈ വ്യക്തി തന്റെ കടത്തുകാരനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുവാൻ തുടങ്ങി. The first question was, "Do you know the physics by which the boat is floating on the water?" ആ കടത്തുകാരനോട് ഇങ്ങനെ ചോദിച്ചു, ഈ വള്ളം എന്തുകൊണ്ടാണ് ഈ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത് എന്നതിന്റെ ഭൗതിക ശാസ്ത്രം നിനക്കറിയാമോ? The boatman said, "No sir, I don't know." കടത്തുകാരൻ വള്ളക്കാരൻ പറഞ്ഞു, അയ്യോ സഹോദരാ, എനിക്കറിയില്ല. Then again this man asked, "Do you know the third law of Newton?" നിനക്ക് ന്യൂട്ടന്റെ മൂന്നാം നിയമം അറിയാമോ? He said, "No sir, I don't know." ഇല്ല സാർ, എനിക്കറിയില്ല. Then he asked, "No, do you at least know what is Archimedes principle?" അത് പോട്ടെ, അല്ല നിനക്ക് ആർക്കിമിഡീസ് പ്രിൻസിപ്പൽ എന്താണെന്ന് നിനക്ക് അറിയാമോ? Sir, I don't know what even you are mentioning about. താങ്കൾ എന്തിനെ കുറിച്ചാണെന്ന് പറയുന്നത് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല. So as the boat went a little further, ആ വള്ളം കുറച്ച് മുന്നോട്ട് പോയപ്പോൾ there was swift undercurrent. അവിടെ വളരെ ശക്തിയായ ഒഴുക്കുണ്ടായി. The boat began to sway very violently. അവിടെ ആ ബോട്ട് വളരെ ശക്തിയോടെ ആടി ഉലയുവാൻ തുടങ്ങി. Both the boatman as well as this guy from the city, both were scared. ഈ വള്ളക്കാരനും ആ യാത്രക്കാരനും ഒരേപോലെ ഭയപ്പെട്ടു. And then this boatman looked at that learned man from the city, asked him a very simple question. അപ്പോൾ ഈ വള്ളക്കാരൻ ആ വലിയ പഠിപ്പുള്ള ആ പട്ടണത്തിൽ വന്ന മനുഷ്യനോട് ഒരേ ഒരു വളരെ ലളിതമായ ഒരു ചോദ്യം ചോദിച്ചു. Sir, don't worry. സാർ ഭയപ്പെടേണ്ട. Do you know how to swim? താങ്കൾക്ക് നീന്താൻ അറിയാമോ? Do you know how to swim? താങ്കൾക്ക് നീന്താൻ അറിയാമോ? That is all that matters now, sir. സാറേ, അത് മാത്രമേ ഇപ്പോൾ പ്രാധാന്യമുള്ളതായിട്ടുള്ളൂ. Dear brothers and sisters, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, sometimes we are all so caught up in knowing a lot of details about the Lord's second coming. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ രണ്ടാം വരവിനുള്ള ബന്ധത്തിൽ വളരെ ആഴത്തിലുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാൻ നാം ആഗ്രഹിക്കുന്നു. But then when Jesus spoke to his disciples, എന്നാൽ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് സംസാരിച്ചപ്പോൾ he wanted them to know one thing for sure and certain. അവർ തന്റെ ശിഷ്യന്മാർ ഒരു കാര്യം അറിയണമെന്ന് യഥാർത്ഥമായിട്ട് ആഗ്രഹിച്ചു. No one will know the time or the hour or the day of his coming. തന്റെ വരവിന്റെ സമയത്തെക്കുറിച്ചോ നാഴികയെക്കുറിച്ചോ ആർക്കും അറിയില്ല. But he went on to tell them, be watchful. എന്നാൽ അവൻ ഒരു കാര്യം അവരോട് പറഞ്ഞു, നിങ്ങൾ വാച്ച്ഫുൾ ആയിരിക്കുക, കാത്തിരിക്കുക. Be always prepared. നിങ്ങൾ എപ്പോഴും ഒരുങ്ങിയിരിക്കുക. Matthew chapter 24. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം. Matthew 24 verse 42. അതിന്റെ 42-ാം വാക്യം. Watch therefore, for you do not know
what hour your Lord is coming. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായികൊണ്ട് ഉണർന്നിരിപ്പിൻ. Watch therefore. നിങ്ങൾ ഉണർന്നിരിപ്പിൻ. What is the meaning of that? എന്താണ് അതിന്റെ അർത്ഥം? Always be ready. എപ്പോഴും തയ്യാറായിട്ടിരിക്കുക. You never know at what time he is coming back for you. നിങ്ങൾക്കറിയില്ല എപ്പോഴാണ് അവൻ കടന്നു വരുന്നതെന്ന്. Following up, he added 3 parables in Matthew chapter 25. അതിനോടുള്ള ബന്ധത്തിന്റെ 25-ാം അധ്യായത്തില് 3 ഉപമകൾ താൻ അതിനോടുള്ള ബന്ധത്തിൽ പറയുകയുണ്ടായി. The first one was about the 10 virgins. അതിന്റെ ആദ്യത്തേത് 10 കന്യകമാരെ കുറിച്ചുള്ളതായിരുന്നു. And the message of the parable was very simple. Are you prepared to meet the bridegroom when he eventually appears? 10 കന്യകമാരുടെ ഉപമയിൽ പറയുന്നത് വളരെ ലളിതമായ ഒരു സത്യമാണ്. ബ്രൈഡ്ഗ്രൂമായ വരൻ കടന്നു വരുമ്പോൾ നിങ്ങൾ ഒരുങ്ങിയിരിക്കുന്നുണ്ടോ? After that he said another parable. അതിനുശേഷം മറ്റൊരു ഉപമ പറഞ്ഞു. The parable of the talents. താലന്തുകളുടെ ഉപമ. And the message again is very simple and clear. അതിലുള്ള സന്ദേശവും വളരെ ലളിതവും വ്യക്തവുമായിരുന്നു. Will you be prepared to give an account when the master returns? നിന്റെ യജമാനൻ മടങ്ങി വരുമ്പോൾ നീ ഒരു ശരിയായ കണക്ക് കൊടുക്കുവാൻ നീ ഒരുങ്ങിയിട്ടുണ്ടോ? And then the third parable in Matthew 25. അതിനുശേഷം മത്തായിയുടെ 25-ാം അധ്യായത്തിൽ മറ്റൊരു ഉപമ പറയുന്നു. The parable of the sheep and goats. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ചെമ്മരിയാടുകളുടെയും കോലാടുകളുടെയും ഉപമയാണ്. The message there was, are you prepared to inherit the kingdom of God? അവിടെ സന്ദേശവും വളരെ ലളിതമാണ്. നിങ്ങൾ സ്വർഗ്ഗരാജ്യം അവകാശമാക്കുവാൻ ഒരുങ്ങിയിട്ടുണ്ടോ? So during this convention time, ഈ കൺവെൻഷന്റെ സമയത്ത് it is my prayer, ഇതാണ് എന്റെ പ്രാർത്ഥന, to think about how we can prepare for the Lord's coming here and now. ഇന്ന് മുതൽ ഈ കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ എങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും എനിക്കും പ്രിപ്പയർ ആയിരിക്കുവാൻ കഴിയും. I am not going to spend much time talking about all the eschatological events that are going to shape up his coming. കർത്താവിന്റെ രണ്ടാം വരവിനോട് കുറിച്ചുള്ള അതിനുള്ള സംഭവവികാസങ്ങളെ കുറിച്ചല്ല ഞാൻ വിശദീകരിക്കുവാൻ പോകുന്നത്. Rather to take a focus at our own lives. നമ്മളുടെ ജീവിതങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോട്ടം. You know why I am saying this? എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് അറിയാമോ? When we look at the disciples, നാം ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ നോക്കുമ്പോൾ, once upon a time they were very curious about knowing the times, the seasons and signs. ഒരു സമയത്ത് തന്റെ ശിഷ്യന്മാർ സമയങ്ങളെ കുറിച്ചും കാലങ്ങളെ കുറിച്ചും ഒക്കെ വളരെ ആകാംക്ഷഭരിതരായിരുന്നു. But when we come to the letters written by the same disciples, എന്നാൽ അതേ ശിഷ്യന്മാർ എഴുതിയ ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ, we know one thing very surely. അവിടെ നാം ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. Now their focus is not about signs and seasons. ഇപ്പോൾ അവരുടെ ശ്രദ്ധ എന്നുള്ളത് അടയാളങ്ങളിലേക്കോ കാലങ്ങളിലേക്കോ അല്ല. They are now focused on, in the light of his coming, what kind of people we ought to be. അപ്പോൾ അവരുടെ ചിന്താഗതി അവന്റെ വരവിനോടുള്ള പ്രകാശന അതിനോടുള്ള വെളിച്ചത്തിൽ എന്റെ ജീവിതം എങ്ങനെയായിരിക്കണം. So brothers and sisters, for the next 3 days including today, we will focus our study from 2 Peter chapter 3. പ്രിയ സഹോദരന്മാരെ, ഇന്ന് മുതൽ 3 ദിവസത്തേക്കുള്ള നമ്മുടെ ഈ പഠനത്തിൽ 2 പത്രോസ് 3-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. 2 Peter chapter 3. 2 പത്രോസ് 3-ാം അധ്യായം. Now when we read through Peter's epistles, പത്രോസിന്റെ ഈ ലേഖനത്തിലൂടെ കടന്നു പോകുമ്പോൾ, one of the major themes that he addresses is the Lord's second coming. ഒരു പ്രധാനപ്പെട്ട ഒരു തീം എന്നുള്ളത്, ഒരു ആശയം എന്നുള്ളത് കർത്താവിന്റെ രണ്ടാം വരവാണ്. He is not writing about what he is not sure or speculative. അവിടെ പത്രോസ് ഒരിക്കലും തനിക്ക് ക്ലിയർ അല്ലാത്ത അല്ലെങ്കിൽ ചില ഉൾക്കാഴ്ചകളോ ഒന്നുമല്ല ചെയ്യുന്നത്. Rather he is focusing on what he knows for sure, what he believes to be certain, and he wants others to know. എന്താണ് തീർച്ചയായിട്ടുള്ള കാര്യം, ഉറപ്പായിട്ടുള്ള കാര്യം, അതിനുള്ള ആ വസ്തുതയാണ് മറ്റുള്ളവരെ അറിയിക്കുവാനാണ് പത്രോസ് അവിടെ ശ്രമിക്കുന്നത്. So please keep your Bibles open to 2 Peter chapter 3.
പ്രിയപ്പെട്ടവരെ, ദയവായി 2 പത്രോസ് 3-ാം അധ്യായം നിങ്ങളുടെ വേദപുസ്തകത്തിൽ തുറന്നു വെക്കണം. We will read verse 1 now. 1-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. പ്രിയമുള്ളവരെ, ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് 2-ാം ലേഖനമല്ലോ. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം 2-നാലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുന്നു. So in English Bible it comes in the first verse, in both of which I stir up your pure minds by way of reminder. ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുന്നു. He wants to remind the believers or remind his readers of a very important thing. തന്റെ വായനക്കാരുടെ ഹൃദയങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുവാൻ, ഒന്നുകൂടി ഓർമ്മിപ്പിക്കുവാൻ, ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മിപ്പിക്കുവാൻ. Although we do not know the day and hour of his coming, അവന്റെ വരവിന്റെ ദിവസമോ മണിക്കൂറോ തനിക്കറിയില്ല. But he wants to remind them one thing is certain and sure. എന്നാൽ അവർക്ക് തന്റെ വായനക്കാരെ ഒരു കാര്യം ഓർമ്മിപ്പിക്കണം. ഈ കാര്യം ഷുവറാണ്. Our Lord Jesus Christ is coming back. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരും. Now, on the basis of what Peter says this thing, ഇവിടെ ഇതിനോടുള്ള ബന്ധത്തിൽ പത്രോസ് എന്താണ് പറയുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി, what is the basis of his belief? എന്താണ് പത്രോസിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം? Look at verse 2. 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. That you may be mindful of the words which were spoken before by the holy prophets. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങൾ, the prophecies of the Old Testament prophets. പഴയ നിയമ പ്രവാചകന്മാർ പറഞ്ഞ വചനങ്ങൾ. Now he also adds a little word there, not any prophet, holy prophets. അവിടെ ഒരു ചെറിയ വാക്ക് ഞാൻ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നു, അത് വെറും പ്രവാചകന്മാരല്ല, വിശുദ്ധ പ്രവാചകന്മാർ. It is not referring to the prophet's good character. അവിടെ പ്രവാചകന്റെ നല്ല സ്വഭാവത്തെ കുറിച്ചല്ല അവിടെ പറയുന്നത്. Rather it is in contrast to false prophets about whom he writes in the previous chapters. അതിനു മുമ്പുള്ള തൊട്ടു മുമ്പുള്ള അധ്യായത്തിൽ താൻ ഓർമ്മപ്പെടുത്തിയ കള്ള പ്രവാചകന്മാരുടെ എതിരെയുള്ള ഒരു അർത്ഥത്തിലാണ് അവിടെ വിശുദ്ധ പ്രവാചകന്മാർ എന്ന് ഉപയോഗിക്കുന്നത്. So here he is saying, ഇവിടെ പത്രോസ് ഇങ്ങനെ പറയുന്നു, no, I believe that Christ is coming back because there are so many true prophets who have prophesied about his coming. ഞാൻ കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുമെന്ന് ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു. അതിന്റെ കാരണം പഴയ നിയമത്തിലെ വിശുദ്ധ പ്രവാചകന്മാർ അവന്റെ വരവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. Everything they have prophesied have come to reality and fulfillment. Therefore this prophecy also will surely come to fulfillment. പഴയ നിയമ വിശുദ്ധ പ്രവാചകന്മാർ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനെ കർത്താവായ യേശുവിനെ കുറിച്ച് പറഞ്ഞതൊക്കെയും അതുപോലെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, അവർ പറഞ്ഞതുപോലെ തന്നെ അവൻ വീണ്ടും വരും. Dear brothers and sisters, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, in the Old Testament there are about 1500 passages which talks about the Lord's second coming. പഴയ നിയമത്തിൽ ഏകദേശം 1500 പാസേജുകളുണ്ട് കർത്താവിന്റെ രണ്ടാം വരവിനുള്ള ബന്ധം. There are 40 people who are considered as prophets or holy prophets in the Old Testament. പഴയ നിയമത്തിൽ ഏകദേശം 40 വിശുദ്ധ പ്രവാചകന്മാർ എന്ന നിലയ്ക്ക് നമുക്ക് മനസ്സിലാക്കുവാൻ. Out of the 40, 36 of them have prophesied about the Lord's second coming. ഈ 40 പേരിൽ ഏകദേശം 36 വിശുദ്ധ പ്രവാചകന്മാർ കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. Maybe we will just read one prophetical word here. ഇവിടെ നാം അതിനുള്ള ബന്ധത്തിൽ ഒരു പ്രവാചക വാക്യം ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. Isaiah chapter 66, യെശയ്യാ പ്രവചനം 66-ാം അധ്യായം verse 15 and 16. അതിന്റെ 15-16 വാക്യങ്ങൾ. യഹോവ തന്റെ കോപത്തെ ഉഗ്രതയോടും തന്റെ ശാസനയെ അഗ്നിജ്വാലകളോടും കൂടെ നടത്തുവാൻ അഗ്നിയിൽ പ്രത്യക്ഷമാകും. അവന്റെ രഥങ്ങൾ ചുഴലിക്കാറ്റ് പോലെയിരിക്കും. യഹോവ അഗ്നി കൊണ്ടും വാൾ കൊണ്ടും സകല ജഡത്തോടും വ്യവഹരിക്കും. യഹോവയുടെ നിഹതന്മാർ വളരെയായിരിക്കും. Not only Isaiah, Zechariah,
Joel, Amos, Daniel, and all these men of God, they got this revelation from the divine triune God that Christ is going to come back. യെശയ്യാ പ്രവാചകൻ മാത്രമല്ല ആ യോവേലും ആമോസും ദാനിയേലും ഒക്കെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുമെന്നുള്ള കാര്യം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. As we know, the church time was hidden from the prophetical eyes of the Old Testament times. നമുക്കറിയാവുന്നതുപോലെ പഴയ നിയമ പ്രവാചകന്മാരുടെ കാലത്ത് അല്ലെങ്കിൽ അവരോടുള്ള ബന്ധത്തില് നമ്മുടെ സഭാകാലം എന്നുള്ളത് മറഞ്ഞിരുന്ന ഒരു സത്യമായിരുന്നു. Therefore we don't read about the rapture event or the first part of the Lord's coming. അതുകൊണ്ട് നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ വരവിനെ കുറിച്ചോ ഉൽപ്രാവണത്തെ കുറിച്ചോ നമുക്ക് പ്രവാചക പുസ്തകങ്ങൾ കാണുവാൻ കഴിയും. But at the same time, there are so many prophetical passages that talk about the open, the glorious coming of the Lord to judge the world. എന്നാൽ അനേക പ്രവാചക വാക്യങ്ങൾ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തെ ന്യായം വിധിക്കുവാൻ വരുന്നതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. So Peter is reminding the believers, the Old Testament prophets have prophesied about the Lord's day. അവിടെ പത്രോസ് ഇവിടെ തന്റെ വായനക്കാരെ ഓർമ്മിപ്പിക്കുകയാണ് പഴയ നിയമ പ്രവാചകന്മാർ അവന്റെ വരവിനെ കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. Chapter 3 verse 2 again. രണ്ടാമത്തെ വാക്യം വീണ്ടും നാം വായിക്കുമ്പോൾ, and of the commandment of us, the apostles of the Lord and Savior. അവിടെ നാം വായിക്കുന്നു അപ്പോസ്തലന്മാർ മുഖാന്തരം നൽകിയ കൽപ്പനകൾ. It is not their commandments. അത് അപ്പോസ്തലന്മാരുടെ കൽപ്പനകളല്ല. So the commandments about how the believers have to prepare for his coming are not from the apostles themselves. അവർ അപ്പോസ്തലന്മാർ തങ്ങൾ തന്നെ എഴുതിയതല്ല കൽപ്പനകൾ. These are the commandments that the Lord gave to the apostles. ഈ കൽപ്പനകൾ കർത്താവ് അപ്പോസ്തലന്മാർക്ക് നൽകിയതാണ്. And the apostles have written down and they have passed it on to us. അതുകൊണ്ട് അപ്പോസ്തലന്മാർ അത് എഴുതി നമ്മളുടെ കൈകളിലേക്ക് നൽകിയിരിക്കുകയാണ്. Very interesting. In the New Testament, വളരെ രസകരമായ ഈ പുതിയ നിയമത്തിൽ out of the 27 books, we have clear prophecies about the Lord's coming in 23 of them. 27 പുസ്തകങ്ങൾ 23 പുസ്തകങ്ങളിലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് കൃത്യമായി എഴുതിയിട്ടുണ്ട്. There are close to 300 references directly pointing to the Lord's coming. കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് ഏകദേശം 300-ലധികം വാചകങ്ങൾ അത് ഡയറക്റ്റ് ആയിട്ട് തന്റെ വരവിനെ കുറിച്ചുള്ളവെന്ന് കാണുവാൻ കഴിയും. So brothers and sisters, പ്രിയപ്പെട്ട സഹോദരന്മാരെ, you know what Peter is basing his belief on? ഇവിടെ പത്രോസ് എന്തിലാണ് തന്റെ വിശ്വാസം ഉറപ്പിക്കുന്നത്? God's unchanging word. ദൈവത്തിന്റെ മാറ്റം വരാത്ത വചനത്തിൽ. The Lord's word will never change. ദൈവത്തിന്റെ കർത്താവിന്റെ വാക്കുകൾ ഒരിക്കലും വചനങ്ങൾക്ക് മാറ്റമില്ല. And then he goes on to explain the power of God's word here. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയെ അവൻ തുടർന്ന് വിവരിക്കുകയാണ്. In verse 5 he says, അതിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, the heavens and earth were made by his word. ആകാശവും ഭൂമിയും അവന്റെ വചനത്താൽ ഉളവായി. And then he says, even the present world which is after Noah is also preserved by the same word of God. നോഹയുടെ കാലത്തിന് ശേഷമുള്ള ഈ ലോകവും ഈ ഭൂമിയും അവന്റെ വചനത്താൽ സൂക്ഷിക്കുകയാണ്. And then he concludes, എന്നിട്ട് താൻ ഇങ്ങനെ ചുരുക്കി പറയുന്നു, now the same word says, he is coming back to judge the world. അതേ വചനം തന്നെ പറയുന്നു, അവൻ വീണ്ടും വരുവാൻ പോകുന്നു. Look at 2 Peter chapter 3 verse 4. അതിന്റെ 4-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവിൻ. Dear brothers and sisters, പ്രിയപ്പെട്ട സഹോദരന്മാരെ, who are these scoffers? ആരാണ് ഈ പരിഹാസികൾ? Who are these people who don't believe in the Lord's second coming? ആരാണ് കർത്താവിന്റെ രണ്ടാം വരവിൽ വിശ്വസിക്കാത്തവർ? You know what is Peter's answer to that question? എന്താണ് പത്രോസിന്റെ ആ ചോദ്യത്തോടുള്ള മറുപടി എന്നറിയാമോ? People who don't believe in the word of God.
ആ ദൈവവചനത്തിൽ വിശ്വസിക്കാത്തവർ, people who don't believe what is written in his unchanging word, ഒരിക്കലും മാറ്റം വരാത്ത തന്റെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കാത്തവർ, they are the scoffers. അവരാണ് ഈ പരിഹാസികൾ. They don't think about the Lord's coming. അവർ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. They think no, the world will continue like this as it has been from the beginning. അവർ പറയുന്നു ആദ്യം മുതൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഈ ലോകം തുടർന്നു പോകും. And there is also one more thing that Peter writes here. അത് മാത്രമല്ല ഒരു കാര്യം കൂടി പത്രോസ് പറയുന്നു. It is very close to Peter's heart. അത് തന്നെ പത്രോസിന്റെ ഹൃദയത്തോട് വളരെ അടുത്തുള്ള ഒരു കാര്യമാണ്. Why does he believe in the Lord's second coming? എന്തുകൊണ്ട് കർത്താവിന്റെ രണ്ടാം വരവിൽ താൻ വിശ്വസിക്കുന്നു? You know what is Peter's answer? എന്താണ് പത്രോസിന്റെ മറുപടി എന്നറിയാമോ? It is a promise that he made to us. അത് ആ കർത്താവ് താൻ നമുക്ക് നൽകിയ ഒരു വാഗ്ദത്തമാണ്. We know when Jesus made this promise. നമുക്കറിയാം എപ്പോഴാണ് കർത്താവ് ഈ വാഗ്ദത്തം നൽകിയതെന്ന്. In John chapter 14, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം, when Jesus was preparing his disciples so that no, he would go to the cross, die, resurrect, and then no, ascend to the Father. താൻ തന്റെ ശിഷ്യന്മാരെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. താൻ ഇപ്പോൾ ഇതാ ആ ക്രൂസിലേക്കും അതിനുശേഷം ടൂമ്പിലേക്കും വീണ്ടും അതിനുശേഷം സ്വർഗ്ഗത്തിലേക്കും സ്വർഗ്ഗാരോഹണം ചെയ്യാൻ പോവുകയാണ്. So during that preparation time, Jesus said these words to his disciples. തന്റെ ശിഷ്യന്മാരെ അത്തരത്തിൽ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ താൻ ഈ വാക്കുകൾ തന്റെ ശിഷ്യന്മാരോട്, Let your hearts not be troubled. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. And then he goes on to clearly tell them, no, I am going to my Father. ഞാൻ അത് എന്നിട്ട് പറയുകയാണ്, ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുകയാണ്. And I am going there to prepare a place for you. ഞാൻ നിങ്ങൾക്കായി ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. And then he says, no, I will come back and then take you also, so that you can be with me forever. ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും മടങ്ങി വരും. നിങ്ങളെ ഞാൻ ഇരിക്കേണ്ടടുത്ത് നിങ്ങളെയും ഇരുത്തേണ്ടൊരു മടങ്ങി വരും. Peter has not forgotten the promise. പത്രോസ് ആ വാഗ്ദത്തം മറന്നുപോയില്ല. Even after decades, Peter has not forgotten the promise given to him by the Lord Jesus. അനേക വർഷങ്ങൾക്ക് ശേഷവും കർത്താവ് നൽകിയ ആ വാഗ്ദത്തം പത്രോസ് മറന്നുപോയില്ല. Dear brothers and sisters, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, 3 times in this one chapter, Peter talks about that promise. 3 പ്രാവശ്യം ഈ ഒരേ ഒരു അധ്യായത്തിൽ പത്രോസ് ഈ കാര്യം ആവർത്തിക്കേണ്ട ഈ വാഗ്ദത്തം. Verse 4, 4-ാമത്തെ വാക്യം, where is the promise of his coming? എവിടെയാണ് അവന്റെ വരവിന്റെ വാഗ്ദത്തം എവിടെ? Because these disciples were going and telling people, he has promised us, he will come back. Now they are asking him, where is that promise? ഈ ശിഷ്യന്മാര് അനേകരോട് പോയി പറയും, അവൻ വരുവാൻ പോകുന്നു, അവൻ വരുവാൻ പോകുന്നു. അപ്പോൾ ഈ പരിഹാസികൾ ചോദിക്കും, അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദാനം എവിടെ? Look at verse 9. 9-ാമത്തെ വാക്യത്തിൽ നോക്കിയേ. The Lord is not slack concerning his promise. ചിലർ താമസം എന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. Again in verse 13, 13-ാമത്തെ വാക്യത്തിൽ നോക്കിയേ. nevertheless we according to his promise look for new heavens and new earth in which righteousness dwells. എന്നാൽ നാം അവന്റെ വാഗ്ദാന പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. Dear brothers and sisters, പ്രിയപ്പെട്ട സഹോദരന്മാരെ, do we hold on to this promise? നാം യഥാർത്ഥമായി ഈ വാഗ്ദത്തത്തിൽ മുറുകെ പിടിക്കുന്നുണ്ടോ? Do you truly believe that he is going to come back to receive you? നാം അവൻ വരുമ്പോൾ അവനെ സ്വീകരിക്കാൻ നാം ഒരുങ്ങിയിട്ടുണ്ടോ? Sometimes you know what, sometimes when I think of this aspect, it is very sad that only when there is a war, only when there is a big calamity, natural calamity, or no, when I still remember during the COVID time, everyone, they were all talking about, you know what, the Lord is going to come. And the COVID is over, the thought is also over. പലപ്പോഴും ഞാൻ വളരെ ദുഃഖത്തോടെ ഓർക്കാറുണ്ട്, എന്തെങ്കിലും യുദ്ധങ്ങളോ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ വരുമ്പോൾ ആളുകൾ കർത്താവിന്റെ വരവിനെ കുറിച്ച് അധികമായി ചിന്തിക്കും. ഞാൻ കൊറോണയുടെ കാലത്ത് കോവിഡിന്റെ സമയത്ത് ചിന്തിക്കുകയായിരുന്നു. ആ സമയത്ത് ഒത്തിരി ആൾക്കാർ കർത്താവിന്റെ വരവിനെ കുറിച്ച് അനേക തവണ വായിക്കുകയും കേൾക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും. I want to sincerely ask you, what if tomorrow Trump is going to sign the deal between Iran and there's going to be a peace? What will be your attitude towards his second coming? നാളെ ഇറാനും യുദ്ധമേ ഒരു പീസ് ഡീൽ ഉണ്ടാവുകയാണെങ്കിൽ കർത്താവിന്റെ വരവിനുള്ള നിങ്ങളുടെ ചിന്ത എന്തായിരിക്കും? Will you be that one who will hold on to his promise?
നിങ്ങൾ അവന്റെ വാഗ്ദത്തത്തിൽ മുറുകെ പിടിക്കുന്ന മനുഷ്യനായിരിക്കുമോ? I want to say the Lord's people can always trust in His word. ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിന്റെ ജനത്തിന്, ദൈവത്തിന്റെ മക്കൾക്ക് അവന്റെ വചനത്തിൽ എപ്പോഴും ആശ്രയിക്കുവാൻ. You know, the Bible very clearly says, Christ also said, everything that we see, the heavens and the earth, everything will be gone from here, but His word always remains true. ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ദൈവവചനത്തിൽ കർത്താവ് താൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. Even when we look at the Old Testament, നാം പഴയ നിയമത്തിൽ നോക്കുമ്പോഴും there is one word now that comes so encouraging to us even today. ഇപ്പോഴും നമ്മളെ അധികമായി ഉത്സാഹിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്. God who remembers His promises. ദൈവം തന്റെ വാഗ്ദത്തങ്ങളെ ഓർക്കുന്നു. Genesis 8:1. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യം. The Bible says God remembered Noah. അവിടെ നാം വായിക്കുന്നു, യഹോവ നോഹയെ ഓർത്തു. Genesis 19:29. God remembered Abraham. അവിടെ 9-ാം അധ്യായം 29-ാം വാക്യത്തിൽ യഹോവ അബ്രഹാമിനെ ഓർത്തു. Genesis 30:22. God remembered Rachel. അവിടെ 30:22-ൽ റാഹേലിനെ ഓർത്തു. In Exodus chapter 2 verse 23 and 24, God had remembered His chosen people. അവിടെ പുറപ്പാട് പുസ്തകം 2:24 വായിക്കുന്നു, യഹോവ അവരെ ഓർത്തു. This evening I want to place before you a very important question. What is your attitude towards God's word? ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ മനോഭാവം എന്താണെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് നിങ്ങൾ ഭാവിക്കാൻ ഞാൻ. What is your attitude towards God's word? ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ മനോഭാവം എന്താണ്? I tell you, many of us will never think about second coming just because of one reason: you don't read the Bible. പലരും ഇതില് രണ്ടാം വരവിൽ വിശ്വസിക്കേണ്ട ഒരു പ്രധാന കാരണം അവർ ദൈവവചനം വായിക്കാത്തത് കൊണ്ട്. I tell you, if we spend more time reading the Bible, as I already pointed out, 1,500 passages in the Old Testament, 300 plus passages in the New Testament. If all these are repeatedly telling us the Lord is going to come. പ്രിയപ്പെട്ടവരെ, ഈ നേരത്തെ പറഞ്ഞതുപോലെ പഴയ നിയമത്തിൽ 1500-ലധികവും പുതിയ നിയമത്തിൽ 300-ലധികം പ്രാവശ്യവും അനേക തവണ നമ്മുടെ കർത്താവ് വീണ്ടും വരുന്നു എന്നുള്ള വാക്യം അനേക തവണ നമുക്ക് കാണുവാൻ കഴിയുമ്പോൾ, you know what will happen? You will always be ready to receive Him. നിങ്ങൾ അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ എപ്പോഴും കർത്താവിനെ സ്വീകരിക്കുവാൻ. Everything in your life will revolve around this one thought. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഈ ഒരൊറ്റ കാര്യത്തിൽ ഒതുങ്ങിയിരിക്കും. So I want to ask you, do you read your Bible regularly? നിങ്ങൾ നിങ്ങളുടെ ദൈവവചനം എല്ലാ ദിവസവും വായിക്കുന്നുണ്ടോ? What a privilege that God has given to all of us. നമുക്ക് എത്രയോ അനുഗ്രഹീതമായ ഒരു അവകാശമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. Today we have Bible in our own language. നമ്മുടെ സ്വന്തം ഭാഷയിൽ ദൈവവചനം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. Maybe many of us know we have the privilege of reading and understanding Bible because we have so many resources. ഇന്ന് നമുക്ക് അനേക റിസോഴ്സസ് ഉള്ളതുകൊണ്ട് നമുക്ക് ദൈവവചനം വിവിധ ഭാഷകളിൽ മനസ്സിലാക്കുവാൻ കഴിയും. But the most important question is, are we really reading and understanding the scripture? എന്നാൽ പ്രധാനപ്പെട്ട ചോദ്യം, നാം യഥാർത്ഥമായി ദൈവവചനം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ടോ? Now when we come to the book of Nehemiah, നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ, there is one chapter, Nehemiah chapter 8. നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ, and there you see that the Lord's people for many years they have not read God's word. അവിടെ നാം കാണുന്നത് അനേക വർഷങ്ങളായിട്ട് ദൈവത്തിന്റെ ജനം ദൈവവചനം വായിച്ചിട്ടില്ല. Because they have not read God's word, they don't know what to do with their lives. അവർ ദൈവവചനം വായിക്കാത്തതുകൊണ്ട് അവർ അവരുടെ ജീവിതം കൊണ്ട് എന്ത് ചെയ്യുമെന്ന് അവർക്കറിയില്ലായിരുന്നു. They have forgotten even all that festivals the Lord had established for them. അവരുടെ ജീവിതത്തോടൊപ്പം ദൈവം നൽകിയ ഉത്സവങ്ങൾ അതിനെ മറന്നുപോയവർ. Now Ezra brings back the word of God and he begins to read. People for many years who have not heard that, when they hear it, their hearts are revived.
അവിടെ നാം വായിക്കുന്നു, എസ്രാ ശാസ്ത്രി അവരുടെ മുമ്പാകെ ദൈവവചനം കൊണ്ട് വായിച്ചപ്പോൾ അവരുടെ ഹൃദയങ്ങൾ തുറന്നു. Secondly, I want to ask you, do you believe what is written in God's word? നിങ്ങൾ രണ്ടാമതായിട്ട് നിങ്ങളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഈ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? Sometimes you know what? I heard people say, brother, Bible says that, but how can we live based on that? പലപ്പോഴും ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, സഹോദര ദൈവവചനം അങ്ങനെ പറയുന്നൊക്കെയുണ്ട്, പക്ഷെ എങ്ങനെ നമുക്ക് അങ്ങനെ ജീവിക്കുവാൻ കഴിയും? Even in marriage context, you know what? I have come across a lot of people who say, no, yeah, Bible may say all those things, brother, but it is not practical for today's life. പലപ്പോഴും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദൈവവചനം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് സഹോദര, എന്നാൽ ഇപ്പോഴത്തെ പ്രായോഗിക ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ അത് നടക്കുമോ? If you don't read the Bible, നിങ്ങൾ ദൈവവചനം വായിക്കുന്നില്ല എങ്കിൽ you will never know what is God's plan and purposes for you or the world. ഈ ലോകത്തെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണെന്ന് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ. If you don't believe what is written in the Bible, ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ the Bible cannot have an impact upon your life. ദൈവവചനത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാകുകയില്ല. There was this man of God by name Campbell Morgan. Campbell Morgan എന്ന് പറയുന്ന ഒരു ദേവദാസൻ ഉണ്ടായിരുന്നു. So somebody went to him and asked him, how can a person believe that Jonah was inside the belly of the fish for 3 days? ഒരു മനുഷ്യൻ അദ്ദേഹത്തോട് പോയി ചോദിച്ചു, എങ്ങനെ ഒരു മനുഷ്യന് വിശ്വസിക്കുവാൻ കഴിയും ഒരു മത്സ്യത്തിന്റെ വയറ്റില് യോന 3 ദിവസം ഉണ്ടായിരുന്നു എന്നുള്ളത്? Campbell Morgan, a man who truly believed that every word written here is trustworthy, he looked at him and said, even if the Bible had said Jonah swallowed the whale, I would have still believed in it. ആ വ്യക്തി, ക്യാമ്പൽ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ പറഞ്ഞു, ദൈവവചനം ഇങ്ങനെ എന്നുള്ള കാര്യത്തിൽ വളരെ വിശ്വാസമുള്ള താൻ ഇങ്ങനെ പറഞ്ഞു, ഇല്ല ദൈവവചനത്തിൽ യോനായാണ് മത്സ്യത്തെ വിഴുങ്ങിയെന്ന് പറഞ്ഞാൽ പോലും ഞാനത് വിശ്വസിക്കും. How much do you really believe what is written here? ഈ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന എത്രത്തോളം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? Thirdly, മൂന്നാമതായിട്ട്, do you trust? There is a difference between belief and trusting. Do you trust what is written in God's word? നിങ്ങൾ ഈ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നതിലെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടോ? വിശ്വാസവും ട്രസ്റ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. Now when we read through the Old Testament, you know what? That millions of people, they all believed, but when it comes to their personal life, they couldn't trust this God. The Bible says millions died in the wilderness. നമുക്കറിയാം, ദൈവവചനത്തിൽ നാം കാണുന്നുണ്ട്, അവർ ലക്ഷക്കണക്കിനായിരിക്കുന്ന ആളുകൾ അവർ ദൈവത്തിൽ വിശ്വസിച്ചു, എന്നാൽ അവർ അതിൽ ആശ്രയിക്കാഞ്ഞത് കൊണ്ട് അത് അനേകായിരങ്ങൾ ലക്ഷങ്ങൾ മരുഭൂമിയിൽ പട്ടുപോയി. For Peter, പത്രോസിനുള്ള ബന്ധത്തിൽ, what is written in the word of God is the basis for his belief he is going to come back. പത്രോസിനുള്ള ബന്ധത്തില് അവന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്നുള്ളത് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ മടങ്ങി വരുമെന്നുണ്ട്. Now dear brothers and sisters, പ്രിയപ്പെട്ട സഹോദരന്മാരെ, as I already pointed out, ഞാൻ പറഞ്ഞതുപോലെ തന്നെ, Peter does not know when he is going to come or the day or the hour. എപ്പോൾ വരുമെന്നുള്ള ദിവസമോ മണിക്കൂറോ തന്നെ പത്രോസിന് അറിയില്ല. Chapter 3 verse 10. 10ാമത്തെ വാക്യത്തിൽ, but the day of the Lord will come as a thief in the night. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. That is what he wanted the readers to know. അതാണ് തന്റെ വായനക്കാർ അറിയണമെന്ന് താൻ ആഗ്രഹിച്ചത്. A thief's operation is unannounced. ഒരു കള്ളന്റെ പ്രവൃത്തി അത് ഒരിക്കലും മുൻപേ പറഞ്ഞിട്ടുള്ളതല്ല. It is unexpected. അത് അപ്രതീക്ഷിതമായിട്ടുള്ളതാണ്. That is how the Lord is going to come. അങ്ങനെയാണ് കർത്താവ് വരുവാൻ പോകുന്നത്. There is an English word that we use to describe this concept. It is the term imminent. അതിന് ഇംഗ്ലീഷില് imminent എന്നുള്ള ഒരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. Meaning any time it may happen. അതിന്റെ അർത്ഥം എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കാം. Dear brothers and sisters, പ്രിയപ്പെട്ട സഹോദരന്മാരെ, people who lived in the first century, they did not see the Middle East war.
ആ ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളുകൾ ഈ മധ്യപൂർവ്വദേശ യുദ്ധം അവർ കണ്ടില്ല. All the people who lived in the 5th century, they did not know anything about the chip, microchip. അഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നവരെ മൈക്രോചിപ്പിനെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. Yet they all lived with the same hope. എന്നാൽ അന്നും അവർ അതേ പ്രത്യാശയോടെ ജീവിച്ചു. Christ could come today. ക്രിസ്തു ഇന്ന് വരും. If he doesn't come today, it may be tomorrow. ഇന്നവൻ വന്നില്ലെങ്കിൽ ഒരുപക്ഷേ നാളെ ആയിരിക്കും. So that is why when they greeted one another, they always said Maranatha. അവർ അതുകൊണ്ടാണ് പരസ്പരം കാണുമ്പോൾ അവരിങ്ങനെ പറഞ്ഞു മാറാനാഥ. Our Lord come. ആ കർത്താവേ, ഞങ്ങളുടെ കർത്താവേ വരണമേ. You know why they were able to say that with confidence? എന്തുകൊണ്ടാണ് അവർക്ക് ആത്മവിശ്വാസത്തോടെ അത് പറയുവാൻ കഴിഞ്ഞത്? Whether it is today or tomorrow, we are always prepared. ആ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ എപ്പോഴും ഒരുക്കമുള്ളവരാണ്. Martin Luther, an amazing man of God, he said like this. മാർട്ടിൻ ലൂഥർ എന്ന ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, preach and live as if Jesus was crucified yesterday. നിങ്ങൾ പ്രസംഗിക്കുകയും ജീവിക്കുകയും ചെയ്യേണ്ടത് യേശുക്രിസ്തു ഇന്നലെ ക്രൂശിക്കപ്പെട്ടു എന്ന നിലയ്ക്കാണ്. Rose from the dead today. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് ഇന്നാണ്. And he is returning tomorrow. അവൻ നാളെ മടങ്ങി വരുവാൻ പോകുന്നു എന്നുള്ളതാണ്. That is real preparation. അതാണ് യഥാർത്ഥമായ ഒരുക്കം. So I tell you, if our preparation is based on what we see around us, that is not real preparation. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ഒരുക്കമെങ്കിൽ അത് യഥാർത്ഥമായുള്ള ഒരു ഒരുക്കമല്ല. Now even in the parable of the 10 virgins, 10 കന്യകമാരുടെ ഉപമയില്, when the bridegroom's arrival was delayed, all 10 of them they went to sleep. വരുവാൻ വൈകിയപ്പോൾ ആ 10 കന്യകമാരും ഉറങ്ങുവാൻ പോയി. And Jesus did not consider sleeping as something wrong they did. അവർ ഉറങ്ങുന്ന ആ കാര്യത്തിൽ കർത്താവ് ഒരു കുറ്റവും കണ്ടില്ല. But these 5 virgins, they were always prepared even when they were sleeping. എന്നാൽ അതിലുള്ള 5 കന്യകമാർ അവർ ഉറങ്ങുകയായിരുന്നു എങ്കിൽ പോലും അവർ ഒരുക്കമുള്ളവരായിരുന്നു. You know what, few years ago, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, now there was a lot of talk about 4 blood moons and all that, you remember? 4 രക്തചന്ദ്രന്മാരെ കുറിച്ചൊക്കെ അനേക സംസാരങ്ങൾ നമ്മുടെ ഇടയിലുണ്ടായിരുന്നു. And Israel, they are seeing red heifer and all that, so many news. അവിടെ അന്ന് ഇസ്രായേലില് ചുവന്ന പശുക്കുട്ടിയെ കിട്ടി എന്നൊക്കെ പറഞ്ഞ് വളരെ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. And then there were messages circulated in WhatsApp, because all these are there, now be prepared, now get ready. ഈ കാര്യങ്ങളൊക്കെ ആ സ്ഥലത്തെ കുറിച്ച് ഈ വസ്തുതകളെ കുറിച്ചൊക്കെ ഒരുങ്ങിയിരിക്കൊണ്ട് ഇപ്പൊ റെഡി ആയിക്കൊള്ളുക എന്നുള്ള രീതിയിൽ മെസ്സേജുകളൊക്കെ ഉണ്ടായിരുന്നു. That is not the preparation Bible talks about. അതല്ല ദൈവവചനം പറയുന്ന ഒരുക്കം എന്നുള്ളത്. There is no special kind of preparation for the Lord's second coming. കർത്താവിന്റെ രണ്ടാം വരവിനുള്ള ബന്ധത്തില് പ്രത്യേക തരത്തിലുള്ള ഒരു ഒരുക്കത്തെ കുറിച്ച് കർത്താവ് പറയുന്നില്ല. I will wind it up very soon. Let me finish off this one point. ഈ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. In the church at Thessalonica, തെസ്സലോനിക്കയിലെ സഭയിൽ, you know what, there was a time when people stopped working. അവിടെ ആളുകൾ ജോലിയൊന്നും ചെയ്യാതെ ഇരിക്കാൻ തുടങ്ങി. They became very idle. അവരെ മടി പിടിച്ച് ഭവനങ്ങളിൽ ഇരിക്കുവാൻ തുടങ്ങി. And the reason was, if Christ is going to come very soon, then why work at all? കർത്താവ് പെട്ടെന്ന് വരുവാൻ പോകുന്നുവെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ജോലി ചെയ്യുന്നത്? And some people, they were very anxious. When he comes, if we are involved in something, we may be left out. ഒരുപക്ഷേ അവൻ വരുന്ന സമയത്ത് ഞാൻ മറ്റു പല കാര്യങ്ങളിൽ ആവൃതനാണെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരുപക്ഷെ എന്നെ വേണ്ടിയിട്ട് കളയാൻ സാധ്യത. You know what Paul wrote to them? എന്താണ് പൗലോസ് അവർക്ക് എഴുതിയെന്ന് അറിയാമോ? You live your normal life. നിങ്ങൾ നിങ്ങളുടെ സാധാരണ ജീവിതം ജീവിച്ചു കൊള്ളുക. You work today. നിങ്ങൾ ഇന്ന് ജോലി ചെയ്യുക. Don't stop doing anything that you are doing. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം ചെയ്യാതിരിക്കരുത്. Continue to do whatever you are doing. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊന്നും ചെയ്തുകൊണ്ടിരിക്കുക.
Because there is no special preparation. അത് എന്താണെന്ന് അറിയാമോ? ഇതിനു വേണ്ടി ഒരു പ്രത്യേക ഒരുക്കത്തിന്റെ ആവശ്യമില്ല. You can't prepare for tomorrow, you can only be prepared today. നിങ്ങൾക്ക് നാളത്തേക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിയില്ല, ഇന്ന് മാത്രമേ നിങ്ങൾക്ക് ഒരുങ്ങുവാൻ കഴിയൂ. And the Bible is very clear, there is no possibility of last minute preparation. ദൈവവചനം മറ്റൊരു കാര്യം കൃത്യമായി പറയുന്നു, ഒരു ലാസ്റ്റ് മിനിറ്റ് ഒരുക്കം എന്നുള്ളത് ദൈവവചനത്തിലില്ല. And I tell you, Paul, while talking about the same, the aspect of his coming, he was also addressing another issue. അവിടെ പൗലോസ് മറ്റൊരു കാര്യം കൂടി തന്റെ രണ്ടാം വരവിനുള്ള ക്രിസ്തുവിന്റെ രണ്ടാം വരവിനുള്ള പറയുന്നുണ്ട്, which is mentioned in 1 Thessalonians. 1 തെസ്സലോനിയർ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നു. In chapter 4 he addresses that particular issue. 1 തെസ്സലോനിയർ 4-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നു. Because no, even as many were anticipating his return during their lifetime, തങ്ങളുടെ ജീവകാലത്ത് തന്നെ ക്രിസ്തു മടങ്ങി വരുമെന്ന് അനേകർ പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. now they were actually burying some of their believing relatives. അവർ തങ്ങളുടെ വിശ്വാസികളായ ചില ബന്ധുമിത്രാദികളെ അവരെ അടക്കുകയാണ് മരിച്ചു കഴിഞ്ഞു. So the people who were alive, they were wondering what is going to happen to them. ജീവിച്ചിരിക്കുന്നവരായ അവർ വളരെ ഭാരപ്പെട്ടു, അവരെ അതിശയിച്ചു, ഈ മരിച്ചുപോയവർക്ക് എന്ത് സംഭവിക്കും? What is Paul saying to them? എന്താണ് പൗലോസ് അവരോട് പറയുന്നത്? When he comes, അവൻ വരുമ്പോൾ, when there is the trumpet of God, ദൈവത്തിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ, and the voice of the archangel shouting from the heavens, പ്രധാന ദൂതന്റെ ശബ്ദം സ്വർഗ്ഗത്തിൽ നിന്ന് കേൾക്കുമ്പോൾ, the dead in Christ shall arise first. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. And those of us who are alive will be caught up with him. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ എടുക്കപ്പെടും. You know that word caught up with him? എന്താണ് എടുക്കപ്പെടുക എന്ന വാക്കിന്റെ അർത്ഥം? You will not have time. നിങ്ങൾക്ക് സമയമുണ്ടാവില്ല. You will not have time to prepare. നിങ്ങൾക്ക് അവസാന നിമിഷം ഒരുങ്ങുവാൻ സമയമുണ്ടാവില്ല. Like a blink of an eye, നിങ്ങളുടെ കണ്ണടയ്ക്കുന്ന സമയത്തിനുള്ളിൽ you will be caught up. നിങ്ങൾ എടുക്കപ്പെടും. Now before I wind up, brothers and sisters, ഞാൻ ഇത് അവസാനിപ്പിക്കുന്നതിന് പ്രിയ സഹോദരി സഹോദരന്മാരെ, whether you are alive or dead when he comes, നിങ്ങൾ ജീവിച്ചിരുന്നാലും മരിച്ചാലും അവൻ വരുമ്പോൾ, the scripture makes it very clear, ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയും, only those who are dead in Christ will go with him. ക്രിസ്തുവിൽ മരിച്ചവരാണ് അവനോട് കൂടെ പോകുന്നത്. Only those who are alive in Christ, they will be caught up. ക്രിസ്തുവിൽ ജീവിച്ചിരിക്കുന്നവരാണ് അവനോട് കൂടെ പോകുന്നത്. Shall I also remind you of one thing? ഞാൻ നിങ്ങളെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. We don't have to be too anxious about the Lord's return. കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് നിങ്ങൾ ഒത്തിരി ഉത്കണ്ഠാകുലരാകേണ്ട കാര്യമില്ല. You don't have to panic. നിങ്ങൾ അതിനെ കുറിച്ച് വ്യാകുലപ്പെടണ്ട. You don't have to be confused. നിങ്ങൾ അതിനെ കുറിച്ച് ആശയക്കുഴപ്പമാകപ്പെടണ്ട. If you are ever ready, you don't need any special kind of preparation. നിങ്ങൾ എപ്പോഴും തയ്യാറായിരുന്നാൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക ഒരുക്കത്തിന്റെ ആവശ്യമില്ല. Shall I tell you this? ഞാൻ ഇങ്ങനെ പറയട്ടെ, many of us, നമ്മളിൽ പലരും, the Lord's coming tarries, കർത്താവ് വരുവാൻ വൈകിയാണെങ്കിൽ we will die. നമ്മൾ മരിച്ചു. We will die. നാം മരിച്ചു. But what will happen after death? എന്നാൽ മരണത്തിന് ശേഷം എന്ത് സംഭവിക്കും? That has to be decided today. അത് നാം ഇപ്പോൾ തീരുമാനിക്കണം. There was this man by name Hugo Chavez. ഹൂഗോ ചാവസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. He was the president of Venezuela. വെനസ്വേലയുടെ പ്രസിഡന്റ് ആയിരുന്നു. He became very sick. താൻ വളരെ രോഗബാധിതനായി തീർന്നു. He was in the hospital for many months. അനേക മാസങ്ങൾ തന്നെ ആശുപത്രിയിലായിരുന്നു. When the doctors who treated him or the nurses who treated him, when they entered into his room, he would beg them saying, "Please don't let me die." അവര് ഡോക്ടേഴ്സും നഴ്സസും തന്റെ റൂമിലേക്ക് വരുമ്പോൾ അവൻ വളരെ യാചിക്കുകയാണ്, എന്നെ മരിക്കുവാൻ അനുവദിക്കരുത്. Please don't let me die. എന്നെ മരിക്കുവാൻ അനുവദിക്കരുതേ. You know why? എന്തുകൊണ്ടെന്ന് അറിയാമോ? He wasn't prepared. അവൻ ഒരുങ്ങിയിട്ടില്ലായിരുന്നു. He wasn't prepared to die. അവൻ മരിക്കുവാൻ ഒരുങ്ങിയിട്ടില്ലായിരുന്നു. I want to ask you, brothers and sisters, are you prepared to die? പ്രിയപ്പെട്ട സഹോദരന്മാരെ, എനിക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുവാനുണ്ട്. നിങ്ങൾ മരിക്കുവാൻ ഒരുങ്ങിയിട്ടുണ്ടോ? Because we never know when death will knock at our door. എപ്പോഴാണ് മരണം നമ്മുടെ വാതിൽക്കൽ മുട്ടി വിളിക്കുന്നത് നമുക്ക് അറിയില്ല. Are you prepared for that?
നിങ്ങൾ അതിന് ഒരുങ്ങിയിട്ടുണ്ടോ? Whereas at the same time, another man of God, when he was about to die, അതേ സമയം മറ്റൊരു മനുഷ്യൻ താൻ മരണക്കിടക്കയിലാണ്. when he was there, he said, one day you will hear that Billy Graham is no more, but don't believe what other people are saying. ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഒരിക്കൽ കേൾക്കും ബില്ലി ഗ്രഹാം എന്നുള്ള മനുഷ്യൻ ഇനിയില്ല, എന്നാൽ അത് വിശ്വസിക്കരുത്. Don't believe. അത് വിശ്വസിക്കരുത്. Don't believe Billy Graham is no more. ബില്ലി ഗ്രഹാം എന്നുള്ള മനുഷ്യൻ ഇനി ഇല്ല എന്നുള്ള കാര്യം വിശ്വസിക്കരുത്. He said very simply, I would have only changed my address. ഞാൻ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ലളിതമായിട്ടാണ് ഇങ്ങനെ പറഞ്ഞു, എന്റെ അഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്യുക മാത്രമേ അന്ന് സംഭവിക്കൂ. In Philippians chapter 1 verse 21, the verse says, you die, depart and be with Christ. എനിക്ക് ഫിലിപ്പ് ലേഖനം 1:21 ഇങ്ങനെ പറയുന്നു, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകും. Dear brothers and sisters, പ്രിയപ്പെട്ട സഹോദരന്മാരെ, Peter says the Lord's coming is certain and sure. പത്രോസ് പറയുന്നു, കർത്താവിന്റെ വരവ് അത് തീർച്ചയായും ഉറപ്പായിട്ടും സംഭവിക്കും. It may be today or tomorrow. അതൊരു പക്ഷേ ഇന്നോ അല്ലെങ്കിൽ നാളെയോ ആയിരിക്കും. It may be when you are alive or dead. ഒരു പക്ഷേ നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടാകാം, മരിച്ചിട്ടുണ്ടാകാം. But are you ready? നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? May the Lord help us to take a deep look at our own lives. ദൈവം നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് ശരിയായി പരിശോധിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. If we are not ready, നാം ഒരുങ്ങിയിട്ടില്ല എങ്കിൽ all that we can do is to tell the Lord, Lord, I believe in you, that you are the one who died for my sins. നിങ്ങൾക്ക് ഒരേ ഒരു കാര്യം മാത്രമേ ഇന്ന് വൈകുന്നേരം ചെയ്യുവാനുള്ളൂ. കർത്താവിനോട് പറയാമോ, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു, നീ എനിക്ക് വേണ്ടിയാണ് മരിച്ചത്. Now when Paul writes to the Thessalonians, he makes it very clear. പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതുമ്പോൾ ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് എഴുതുന്നു, dead will arise first, then we shall be caught up. മരിച്ചവർ ഉയർക്കും, പിന്നീട് ജീവനോടെ ശേഷിക്കുന്നവരായി നാം എടുക്കപ്പെടും. Who are we? ആരാണ് നാം? Who are we? ആരാണ് നാം? And in the previous chapters Paul writes, അതിന് തൊട്ടു മുമ്പുള്ള അധ്യായത്തിൽ പൗലോസ് പറയുന്നു, those who believe in the Lord Jesus Christ. ക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നാം. This evening as we close, ഞങ്ങൾ ഇന്ന് ഇവിടെ അവസാനിക്കും ഇങ്ങനെ പറയാം, is there a special way to get ready for Christ's return? ഏതെങ്കിലും കർത്താവിന്റെ വരവിനുള്ള പ്രത്യേകമായി ഒരുങ്ങുവാൻ എന്തെങ്കിലും ഒരു പ്രത്യേക വഴിയുണ്ടോ? Absolutely nothing. ഒന്നുമില്ല. There's only one way. ഒരേ ഒരു വഴിയേ ഉള്ളൂ. Believe in the Lord Jesus. ക്രിസ്തുവിൽ വിശ്വസിക്കുക. Believe in the finished work of Christ. ക്രിസ്തുവിന്റെ പൂർത്തീകരിച്ച പ്രവൃത്തിയിൽ വിശ്വസിക്കുക. That is the most primary way to get prepared for the Lord's coming. അതാണ് ഏറ്റവും പ്രാധാന്യമുള്ളതും ഒന്നാമത്തതുമായ മാർഗം, അവനിൽ വിശ്വസിക്കുക എന്നുള്ളത്. God willing, tomorrow we will continue from the same chapter. ദൈവം അനുവദിക്കുന്നെങ്കിൽ നാളെ നാം ഇതേ അധ്യായത്തിൽ നിന്ന് തുടർന്നും ചിന്തിക്കുന്നതാണ്. May the Lord bless these words to our hearts and minds. ദൈവം ഈ വചനങ്ങളെ നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കുന്നു. May His name be glorified. അവന്റെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ.